ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 3 തന്നെയാണ് ഗൈസ്. അപ്പം നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഗേറ്റ് എസ്കേപ്പ് ചെയ്തു ഗൈസ്. ഈ പ്രാവശ്യം നമ്മൾ ട്രെയിൻ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇതും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ കളി തുടങ്ങാൻ പോവാണ് ഗൈസ്. ഇൻട്രോ. ഓക്കെ ഗൈസ്, നമ്മുടെ കളി തുടങ്ങാൻ പോവാണ് ഗൈസ്. ഡേ 1. ഓക്കെ ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡേ 1 തന്നെ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. ഈ പ്രാവശ്യം സെയിം രീതിയിൽ എസ്കേപ്പ് ആവാൻ പറ്റിയ മതിയായിരുന്നു ഗൈസ്. അയ്യോ, ഒന്നുമില്ല ഗൈസ്. തുറക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ കയറിയപ്പോൾ തന്നെ വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ സിലിണ്ടറിനെ ഇതാ വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്തായിരുന്നു സിലിണ്ടറിനെ വന്നത്. നമ്മളിങ്ങനെ അടയ്ക്കാനായപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെടി കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് സിലിണ്ടറിനെ ഒഴിവാക്കാം. അപ്പോൾ ഗൈസ്, ഗ്രാനി അമ്മച്ചി എത്തിയിട്ടുണ്ട്. കത്തിയെത്ത് ആളും കിടക്കാനൊന്നും പോയില്ല ഗൈസ്. നമ്മളിപ്പോൾ ചത്തേനെ. ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ ഗൈസ്, നമുക്ക് ട്രെയിൻ എസ്കേപ്പ് ചെയ്യാൻ ട്രെയിൻ കീ വേണം, ആക്സിലേറ്റർ വേണം, ആക്സലേറ്റർ വേണം, പിന്നെ ടിക്കറ്റ് വേണം. അതിന് നമുക്ക് കോയിൻ വേണം. ടിക്കറ്റ് എടുക്കണം, അപ്പോൾ കോയിനായിട്ട് കിട്ടും. നമുക്ക് കോയിൻ വേണം. പിന്നെ ഗൈസ്, നമുക്ക് ഇലക്ട്രിക് സ്വിച്ച് വേണം ഗൈസ്. ഇത്രയും സാധനം നമുക്ക് മതി. ഓടിക്കോ. ഓ ഗൈസ്, സേഫ്റ്റി ആണെന്ന് തോന്നുന്നു. ഗ്രാനി ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. ഓക്കെ ഗൈസ്, ഒരു ആമോ കുട്ടൻ ഉണ്ട് ഗൈസ്. മാച്ചസ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഗ്രാനി അങ്ങോട്ട് പോയിക്കോളൂ. അതിന് ഗ്രാനി പേനാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഇങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഗ്രാനിന് നമ്മൾ താഴോട്ട് പറഞ്ഞു വിട്ടു ഗൈസ്. നമ്മുടെ കയ്യിൽ ഒരു കല്ലേ ഉള്ളൂ. ആദ്യം ഗ്രാൻഡ് പ വന്നായിരുന്നു ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗൈസ്, ഇതാണ് ഇലക്ട്രിക് സ്വിച്ച്. ഇതാണ് നമുക്ക് വേണ്ടത് ട്രെയിൻ എസ്കേപ്പിന് ഗൈസ്. ഗൈസ്, അവിടെ നിന്നായിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെടി കിട്ടിയ. നമുക്കിത് ഇവിടെ കൊണ്ടിട്ടിട്ട് പ്ലാങ്ക് എടുത്തിട്ട് വരാം. ഇതിവിടെ കിടക്കാം. ഇല്ല ഗൈസ്, ഒച്ച കേട്ട് വരും. ഇവിടെ ഇടുമ്പോൾ ഒച്ച കേൾക്കില്ല. ഇപ്പോൾ വരാതിരിക്കില്ല. സിലിണ്ടറിന് നമ്മളെ പേടിപ്പിച്ചപ്പോൾ ഗ്രാനി അത് അവസരം നോക്കിയത്. ഓ ഗൈസ്, ഹെഡ് ഷോട്ട്. ദൂരെ നിന്ന് ഹെഡ് ഷോട്ട്. ഓ ഗൈസ്, ഒരാൾ ഒരു ഉണ്ടയുമായിട്ട് വന്നോളും. നമുക്ക് താഴെ പോയി ഒരു സാധനം പൊട്ടിക്കാനുണ്ട്.
അത് വേഗം നമുക്ക് പൊട്ടിച്ചാൽ ക്രോബാർ കിട്ടും. ക്രോബാർ കിട്ടിയാൽ നമുക്ക് സുഖമായി ഗൈസ്. ഗൈസ് ഷെറ്റ് കിട്ടിയിട്ടുണ്ട്. ക്രോബാർ മാറ്റും. വുഡും മാച്ചസും കിട്ടിയിട്ടുണ്ട്. അതെന്താ കുനിഞ്ഞ് നേരെ നിൽക്കാറുണ്ട്. ഇനി ഗ്രാൻഡ് പേ ആണ്. ഗ്രാൻഡ് പേ എന്തിയെ? ഗ്രാൻഡ് പാ എന്നടിച്ചോ. അപ്പോൾ ഗൈസ് ആദ്യം നിൽക്കിയിട്ട് നീങ്ങിയില്ല. ഇനി നമുക്ക് നമ്മുടെ സേഫ് കീ എടുത്തിട്ട് വരാം. അതിൻ്റെ അകത്ത് ട്രെയിൻ കീ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നമ്മളെ ബ്രിഡ്ജ് ക്രാങ്കിൻ്റെ ആവശ്യം നമുക്കില്ല ഗൈസ്. കീ കിട്ടില്ല ഗൈസ്. ഷെഡ് കീ. ഓ ഗൈസ് ചെടി. ഓ ഗൈസ് എൻ്റെ ഗൈസ് ചെടി എടുക്കുമ്പോൾ വരുന്ന ഒച്ചയാന്ന് തോന്നുന്നു ഗൈസ്. അത് നമ്മൾ ചെടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്രാനിയൊക്കെ ഫോളോ ചെയ്ത് വരുന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. നമ്മൾ ചെടി എടുത്ത് കൈ പിടിച്ചേക്കാം. ചെടി കൈ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ബുള്ളറ്റ് കൊള്ളാക്കാം. ഞാൻ പറഞ്ഞത് ഗ്രാനിക്ക് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് ഗ്രാനിക്ക് അറിയത്തില്ല. ഗ്രാനിയുടെ കണ്ണ് കണ്ടോ ചോന്നിരിക്കുന്നത്? ഗ്രാൻഡ് പാനെ കൊല്ലാതെ പോകാൻ പറ്റില്ല. അയ്യോ ഗ്രാൻഡ് പാൻ ഷോട്ട് ഗൺ നമ്മൾ എടുത്തതല്ലേ ഗൈസ്? പിന്നെങ്ങനെ ഇയാൾക്ക് വീണ്ടും കിട്ടിയേ? നമ്മൾ എടുത്തില്ലായിരുന്നോ ഗൈസ്? എൻ്റെ ഓർമ്മയിൽ ഗ്രാൻഡ് പാൻ ഷോട്ട് ഗൺ നമ്മൾ എടുത്തായിരുന്നു എന്നാ. ഇയാളെങ്ങനെ തിരിച്ചെടുത്തു? ഇനി എടുത്തില്ലായിരുന്നോ ഗൈസ്? നമ്മുടെ 3 വെടി എങ്ങനെയാ പോയേ? ഭയങ്കര പണിയാണ്. പ്ലാങ്ക് അവിടെ ഇരിക്കട്ടെ. അയ്യോ ചെക്കനെ കത്തിക്കാൻ പറ്റുമായിരുന്നു, കത്തിക്കായിരുന്നു ഗൈസ്. ഇതെന്താണ് വീഴാത്ത? ഈ ചെടി മാറിപ്പോയോ? ഗൈസ് ഉറപ്പായി ഇത് ചെടിയൊന്നുമല്ല, ഇത് വേറെ തോന്നുന്നോ ഗൈസ്? ഗ്രാനിയും ഗ്രാൻഡ് പേയും മരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്നാൽ അങ്ങനെ എന്തോ ഉണ്ട്. ഒരു പെഡസ്റ്റൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടെ നമ്മൾ തപ്പേണ്ടി വരും. അയ്യോ ഗ്രാനീനെ താഴോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല. സ്റ്റോക്ക് ഉണ്ടായിരുന്നു നമ്മൾ ചത്താണ്.
എനിക്ക് ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്ത് കളയാം. ഇയാൾ എന്ത് മനുഷ്യനാണ്? ചത്തില്ല. ഓ മാൻ, ഓർണിക്കോ. ഓ ഗൈസ്, എൻ്റെ ഗൈസ് നമ്മൾ ഗ്രാനിയെ തൊട്ടു. എൻ്റെ ഗൈസ് രക്ഷപ്പെട്ടു എന്ന് പറയാനോ. ഓ മാൻ, സ്വിച്ച് നിൽക്കാൻ പോലും വിടൂലെന്ന് തോന്നുന്നു ഗൈസ്. ഓ, നമ്മളത് വെള്ളം നിറച്ചിട്ട് വേണം വെക്കാൻ. ഓ മാൻ, ചത്തി. മടിയൻ കിടക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ പക്ഷീൻ്റെ അടുത്ത് പോയില്ലല്ലോ ഗൈസ്. എന്താണ് കയറാത്തത് ഗൈസ്? ഇതാണ് ട്രെയിനിക്കൊക്കെ. അവിടെ എന്താണ് ഷോട്ട് ഗണ്ണ്, സ്ലിംഗ് ഷോട്ട് ഉണ്ടാകുക ഗൈസ്. ഗൈസ് 2 പ്രാവശ്യം നമ്മൾ ഗ്രാനിനെ തൊട്ടിട്ട് പോയത്. ആ പെട്ട് ഗൈസ്, ചത്തി നേരത്തില്ല. എൻ്റെ ഗൈസ് 2 പേരും ഇപ്പം ഇവിടെയാണ്. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് താഴെ പോവാം. ഏതൊക്കെ വഴിയാണോ കിളി പോയതേ ഉള്ളൂ. അത് ശരിക്കും കിളി പോയി. അടുത്തെത്തിയിട്ടുണ്ട്. ഹെഡ് ഷോട്ട് അടിച്ചില്ലേ നമ്മുടെ സ്റ്റോൺ ബോം. ഹെഡ് ഷോട്ട് ഗൈസ്. നമുക്ക് പക്ഷീനെ കൊല്ലാനുണ്ട്, ക്രോബാർ തുറക്കാനുണ്ട്, നമുക്ക് കുറേ പണിയുണ്ട് ഗൈസ്. ക്രോബാർ ഇപ്പുറത്തെ ലിഫ്റ്റിൽ പോകണം ഗൈസ്. സോറി ഗൈസ്, ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റില്ല. ഓടിക്കോ, അത് ഹെഡ് ഷോട്ട് ആയില്ല ഗൈസ്. ഇത് ഹെഡ് ഷോട്ട് അടിക്കും ഗൈസ്. വായിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കല്ലിൻ്റെ. ഓ ഗൈസ്, കോക്കനറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും കാണും. അതിൻ്റെ അകത്താ ഗൈസ് കോയിനാവാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എസ്കേപ്പ് ആവും ഗൈസ്. അപ്പോൾ നമുക്ക് പെഡസ്റ്റലിൻ്റെ ആവശ്യം വരും തോന്നുന്നില്ല ഗൈസ്. കോക്കനറ്റിന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാടിച്ചോ. ഗൈസ് നമുക്ക് അവരെ ഒന്നും കൂടെ കൊല്ലേണ്ടതുണ്ട്. പക്ഷീനെ കൊന്നു കഴിഞ്ഞാൽ ഗ്രാനിക്കും ഗ്രാൻഡ്പയ്ക്കും ദേഷ്യം വരും ഗൈസ്. അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഗ്രാനിക്ക് ദേഷ്യം വരും ഗൈസ്. ഗ്രാനി 1 പക്ഷീനെ കൊന്നു കഴിഞ്ഞാൽ അപ്പം നമ്മളെ കൊല്ലാൻ വേണ്ടി നമ്മളെ ഫോളോ ചെയ്ത് വരുന്നൊക്കെയാണ് ഞാനും കേട്ടിട്ടുള്ളത് യൂട്യൂബ് വഴി. അപ്പം എന്തായാലും വരണമല്ലോ. ജനറേറ്റർ കേബിളിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ആവശ്യം വന്നാൽ പണിപാടും. അതുകൊണ്ട് നമുക്ക് കയ്യിലെടുത്ത് പിടിച്ചേക്കാം. സ്ലെൻഡറിന് എന്താണെന്നേ ഗൈസ്, ഷക്കിയല്ലേ ഗൈസ്? ഇത് ഞാൻ മേളിൽ നിന്ന് എറിഞ്ഞാന്ന് തോന്നുന്നു. വെള്ളത്തിൽ വീഴുന്നു, അതാ അപ്പിയർ ആകുന്നു ഗൈസ്. ഇതൊരു ലൂപ്പ് നടക്കുകയാണ് ഗൈസ്, നിങ്ങളെല്ലാവരും കണ്ടോളൂ. ഞാനിവിടെ ഈ പ്രാവശ്യം നമ്മൾ ഹെഡ് ഷോട്ട് അടിക്കും ഗൈസ്. അടിച്ചോ അടിച്ചോ. തേങ്ങ പിടി. എന്തേ ഗൈസ് തേങ്ങ? അയ്യോ പോവല്ലേ. ഓ ഗൈസ്, നമ്മൾ എസ്കേപ്പ് ആകാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗ്രാനി ചാപ്റ്റർ 3 നിന്ന് നമ്മൾ എസ്കേപ്പ് ആയി കഴിയാണ് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഗ്രാനി ചാപ്റ്റർ 4 ദ റിബൽഷനോ അങ്ങനെ പറയുന്ന സാധനമുണ്ട് ഗൈസ്. ആ സംഭവത്തിലോട്ട് നമ്മൾ കിടക്കുന്നതാണ് ഗൈസ്. അടിപൊളി കളിയായിരിക്കും ഗൈസ്. അതിൻ്റെ അകത്ത് 4 പേരുണ്ട് ഗൈസ്. ഇപ്രാവശ്യം 3 പേരേ ഉള്ളൂ. സ്ലെൻഡറിനെയും കൂട്ടിയാണ് ഗൈസ്. സ്ലെൻഡറിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ്
അവിടെ സ്ലെൻഡ്രീനയുടെ ജോലി. ഇപ്പോൾ സ്ലെൻഡ്രീനയുടെ ഭർത്താവും ഉണ്ട്. സ്ലെൻഡ്രീനയുടെ ഭർത്താവിൻ്റെ പേരാണ് നൊസ്ഫെറാറ്റു. അത് ഞാൻ ഗ്രാനി ചാപ്റ്റർ 2-ൽ നൊസ്ഫെറാറ്റുവിനെ കൊന്നൊരു പെട്ടിയിൽ അടച്ചു വെച്ചിട്ട് ആ ഹെലികോപ്റ്റർ എസ്കേപ്പിൻ്റെ ആ മണ്ടയ്ക്ക് ഇവർ പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അയാളാണ് ആള്. അയാൾ ജീവനോടെ ഉണ്ട് ഗൈസ്. അല്ല, അയാൾ ജീവനോടെ അതിൻ്റെ അകത്ത് വരും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഗ്രാനിയും ഗ്രാൻഡ്പയും നൊസ്ഫെറാറ്റു സ്ലെൻഡ്രീനയാണ് ഗ്രാനി ചാപ്റ്റർ 4-ലുള്ളത്. അതുകൊണ്ട് കുറച്ച് ഡേഞ്ചറാണ്. ഞാൻ ഇതുവരെ കളിക്കാത്ത കളിയാണ് ഗൈസ് അത്. ഇത് മറ്റേ ഗ്രാനി ചാപ്റ്റർ 4. ഗ്രാനി ചാപ്റ്റർ 5 ഒരു സുഖമില്ലാത്ത കളിയാണ് ഗൈസ്. അത് ഡെവലപ്പർ ആക്കിയതല്ല. ഗ്രാനി ചാപ്റ്റർ 4 ഡെവലപ്പർ ആക്കിയതല്ല, ഡെവലപ്പറിൻ്റെ അല്ല എന്ന് ഗൈസ് തോന്നുന്നത്. ഗൈസ് നമ്മൾ ജയിക്കാൻ അങ്ങേ അറ്റം എത്തിയിട്ട് അപ്പോഴത്തേക്കും ടേറ്റു ആയിപ്പോയി ഗൈസ്. അയാളുടെ കയ്യിൽ ഷോട്ട് കണ്ടും കിട്ടിക്കാണും ഗൈസ്. പക്ഷെ അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതിയായിരുന്നു ഗൈസ്. ഞാൻ അതിന് ഡ്രോപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡേ 2 എത്തി ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ഡേ 2-ൽ റിവഞ്ച് എടുക്കും ഗൈസ്. നമ്മളെന്തായാലും ഡേ 2-ൽ ജയിക്കുന്നുള്ളത് ഉറപ്പാണ് ഗൈസ്. കാരണം നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. ഇത് ഡയറക്റ്റ് അങ്ങോട്ട് പോവുക, അവരെ കൊല്ലുക, ഇങ്ങോട്ട് വരിക. നമ്മുടെ കയ്യിൽ 3 കീഴിൻ്റെ ട്രെയിനിക്ക് അവിടെ ഇരുന്നോട്ടോ, അവരെ ഒന്ന് കൊല്ലട്ടെ. ആദ്യം ഒരു ഹെഡ് ഷോട്ട് അടിക്കണ്ടായി. ഇനി ഗ്രാൻഡ് പാനെയും കൂടെ കൊന്നിട്ട് ഞാൻ പോകും. ഇതാണ് ഗ്രാൻഡ്, നമുക്ക് തട്ടിയേക്കാം. എന്നാ അടിക്കാം പ്ലീസ്. ഗ്രാൻഡ് എനിക്ക് ഒന്നും കൊടുക്കണം. എന്നാ വിളിക്കാം. ഓക്കെ, നമ്മൾ കല്ല് തീർന്നിട്ടുണ്ട്. ഇല്ലില്ല. ഇന്ത്യയെ ശിവന്റെ കല്ല് വാങ്ങിച്ചു. ഓക്കെ ഗൈസ്, ഓടിച്ചോ. ഓക്കെ ഗൈസ്, നമ്മുടെ ദേഷ്യം തീർന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എവിടെയായിരുന്നു? ഇവിടെ നമ്മുടെ ആക്സലേറ്റർ സൂക്ഷിച്ചു പോകണം ഗൈസ്. നമ്മൾ അതിലടയ്ക്കൂ. നമുക്ക് ട്രെയിൻ കീ കൂടെ മതി ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 3-ല് ഗ്രാനിനെയും ഗ്രാൻഡ് പാനെയും വെച്ചിട്ട് നമ്മൾ എസ്കേപ്പ് ആൻ പോവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, 3, 2, 1 ഗോ. ഓക്കെ ഗൈസ്, അപ്പം ഇതിന് ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഗ്രാനി ചാപ്റ്റർ 4 ദ റെബൽഷൻ അങ്ങനെന്ത് പറഞ്ഞിട്ടാണ് പേര് ഗൈസ്. അപ്പോൾ അതായിട്ട് വരുന്നതാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ ബൈ.